ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ലോക്കലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു ചെറിയൊരു ടിപ്പാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് അറിഞ്ഞുകൂടാത്തതായിരിക്കും. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളെ കായ്ഫലങ്ങളൊക്കെ നമ്മൾ താഴെ വീണ് ഇല്ലാതായി തല്ലിയൊക്കെ പോകും. അപ്പോൾ അത് നമുക്ക് ആർക്കും ഉപയോഗമില്ലാതായി പോകുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് വലിയ ചിലവോ കാര്യങ്ങളൊന്നുമില്ല. എപ്പോഴും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. എപ്പോഴും നമുക്ക് വീഡിയോയിലോട്ട് പോകും. സംഭവം ചെയ്യാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഇതേപോലത്തെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലാണ്. ഇതൊരു 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. നിങ്ങൾക്ക് വലുതും വേണമെങ്കിലും എടുക്കാം. ഒരു 2 ലിറ്ററിൻ്റെ ഒക്കെ ആണെങ്കിൽ നല്ലൊരു സാധനം തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമ്മളൊരു മാർക്കർ എടുക്കുക. മാർക്കർ എടുത്തിട്ട് ഈ കുപ്പിയുടെ ഈ ഭാഗത്തായിട്ട് റൗണ്ടിന് നമ്മൾ അടയാളപ്പെടുത്തണം. ഇത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൈയൊന്നും മുറിയാതെ തന്നെ കട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എടുത്താൽ മതി. ബ്ലേഡിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇവിടെ ഇങ്ങനെ ആദ്യം ഒരു ഇതുണ്ടാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്തതിൽ റൗണ്ട് ആയില്ലെങ്കിലും കുഴപ്പമില്ല, ഏകദേശം റൗണ്ട് ആയാലും മതി. അപ്പോഴും നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം ഇളക്കി മാറ്റാവുന്നതാണ്. ഈ ഒരു ഭാഗം നമ്മൾ ചെറുതായിട്ടൊന്ന് കൂർപ്പിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മാങ്ങയുടെ അല്ലെങ്കിൽ ഏത് ഫലമാണോ അതിൻ്റെ ഞെട്ട് വരുന്നത്. അതിപ്പോൾ തണ്ടിൽ നിന്ന് വേർപെടുത്താനുള്ള ഒരു സംഭവമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അത്യാവശ്യം നീളമുള്ള ഒരു കമ്പ് എടുക്കുക. നീളമുള്ള കമ്പിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇത് ഇറക്കി കൊടുക്കുക. ഇത് ഇറക്കി കൊടുക്കാൻ നേരത്ത് ഇവിടെ ടൈറ്റായി തന്നെ ഇരിക്കണം. അതിനായിട്ട് ഇപ്പോൾ ടൈറ്റ് അല്ല, അതിനായിട്ട് നമ്മൾ ഇവിടെ തുണിയോ അല്ലെങ്കിൽ പേപ്പറോ ഒക്കെ വെച്ചിട്ട് ഇത് ടൈറ്റ് ആകുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കമ്പ് എടുക്കാൻ നേരത്ത് കറക്റ്റ് നല്ലൊരു കമ്പ് ഈ വായ്ഭാഗത്തിന് കയറുന്ന ടൈറ്റായിരിക്കുന്ന തരത്തിലുള്ള കമ്പ് എടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഇത് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് തന്നെ ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ നമ്മളെ കായ്ഫലങ്ങൾ പറിക്കാം എന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ പറിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മുട്ടപ്പഴമാണ്. അപ്പോൾ നമുക്ക് പറിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ തല്ലാതെ പറിച്ചെടുത്ത സാധനം ഇതായിരിക്കുകയാണ്. ഇതെന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരിടത്ത് മുറിവോ പാടോ ഒന്നുമില്ല. നമ്മൾ പറിച്ച സമയത്ത് തന്നെ ഒരുപാട് എണ്ണം നമ്മൾ ശ്രദ്ധിച്ച് എടുക്കാത്തതുകൊണ്ട് തറയിൽ വീണ് പറിച്ച് ആ ബോട്ടിലിൽ ഇരുന്നത് തന്നെ അതിൽ നിന്ന് തന്നെ തെറിച്ച് തറയിൽ പോയതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ എടുക്കാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പയ്യെ സൂക്ഷിച്ചെടുത്തു കഴിഞ്ഞാൽ വേറെ വിഷയമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇതിൽ കറ കാണുമ്പോൾ അറിയാം, ഇത് തറയിൽ വീണ് തല്ലിയതാണ്. ഇത് ഇത്രയും എണ്ണം നമ്മൾ തറയിൽ വീണ് തല്ലാതെ എടുത്തതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു സംഭവം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുമാത്രമല്ല, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.